ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? നമുക്കിന്ന് നല്ല രസമുള്ളൊരു രസവട ഉണ്ടാക്കാം കേട്ടോ. രസവട എല്ലാവിടെയും ഉണ്ടാക്കും, പക്ഷേ ഈ രസം ഞാനിന്ന് നമ്മുടെ പാലക്കാട് സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ പരിപ്പിന് വേണ്ടി പരിപ്പ് എടുക്കുന്നതിലും ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒരു കപ്പ് കടലപ്പരിപ്പും ഒരു കപ്പ് തുവരപ്പരിപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്, മസൂർ പരിപ്പ്. എന്നിട്ട് ഞാനത് ഇന്നലെ രാത്രി കുതിരാൻ വേണ്ടി വെള്ളമൊഴിച്ച് വെച്ചിരുന്നു. ഇന്ന് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഈ കുതിർന്ന പരിപ്പിൽ നിന്നും ഒരു 4 സ്പൂൺ ഞാനെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് ഒന്ന് തരിവരാന്ന് അരച്ചെടുക്കാം. ഇനി ഒരു സവാളയും 2-3 പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം. രസവട ഇഷ്ടമില്ലാത്ത ആരാ ഉണ്ടാവുക അല്ലേ? ഇത്രയും ടേസ്റ്റുള്ള ഡിഷ് ആർക്കെങ്കിലും ഇഷ്ടാവാതിരിക്കും. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. മസ്റ്റ് ട്രൈ ഡിഷാണിത്. അത്രയും ടേസ്റ്റിയാണ്, ഈസിയാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്തായാലും വീണ്ടും അത് ഉണ്ടാക്കി കഴിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഈ പരിപ്പൊന്ന് തരിവിരാന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ അരിഞ്ഞു വെച്ച ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ 4 സ്പൂൺ കുതിർത്തി വെച്ച പരിപ്പ് മാറ്റി വെച്ചിരുന്നു എന്ന്. അത് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് രസത്തിനുള്ള പണി നോക്കാം. രസത്തിന് വേണ്ടി ഞാൻ എടുക്കുന്നത് 2 തക്കാളിയാണ് കേട്ടോ. ഞാൻ ആദ്യം ഒന്നാണ് അരിഞ്ഞ് നോക്കിയത്. പുളി കൂടി ഇടുമ്പോൾ രസം കൂടുതലാവണ്ടെന്ന് വെച്ച്, പക്ഷേ 2 തക്കാളി തന്നെ വേണ്ടി വന്നു. ഞാൻ ആ 2 തക്കാളിയും അരിഞ്ഞു. പിന്നെ 2 പച്ചമുളകും കൂടി അരിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റും മണവും തരുന്ന ആ ഒരു മസാല കൂടി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 5-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇടിച്ച് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഒരു ചെറിയ ഉരുള പുളി വെള്ളത്തിൽ കുതിരാൻ വേണ്ടി ഇട്ട് വയ്ക്കാം കേട്ടോ. അത് ഞാൻ വെള്ളം ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇനി രസം ഉണ്ടാക്കുന്ന അതേ ചട്ടിയിലേക്ക് ഈ അരിഞ്ഞു വെച്ച തക്കാളിയും കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിപ്പോൾ ചതച്ച് വെച്ചില്ലേ ആ മസാലയുടെ പകുതി ഞാനിതിലേക്ക് ചേർത്തി കൊടുക്കുന്നുണ്ട്. പകുതി മാറ്റി വെച്ചോളൂ, നമുക്കത് ആവശ്യമുണ്ട്. ഇനി ഈ മസാല എല്ലാം നമുക്ക് കൈവച്ച് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉള്ള നല്ല അടിപൊളി രസം നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഈ നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ പുളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് മതി, പിന്നെ ഒരു 1/2 സ്പൂൺ കായവും കൂടി ചേർത്തി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ച് നമുക്ക് തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കാം കേട്ടോ. അപ്പോൾ രസം അവിടെ ഇരുന്ന് തിളച്ച് പാകമായി റെഡി ആവട്ടെ. നമുക്ക് വേഗം വട റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായി തിളച്ച എണ്ണയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച മിക്സിൽ നിന്ന് ചെറിയ വടകളായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തോളൂ. വട ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാം, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. രസവട പണ്ട് തമിഴ്നാട്ടിൽ കല്യാണങ്ങളിലും അമ്പലത്തിൽ പ്രസാദവുമായിട്ടൊക്കെയാണ് അത്ര കൊടുത്തിരുന്നത്. ഒരുപാട് വട ബാക്കി വരുമ്പോൾ അവരത് രസത്തിലിട്ട് ഒരു പുതിയ ഡിഷായിട്ട് സെർവ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നോക്കൂ, നമ്മുടെ രസം നന്നായിട്ട് തിളച്ച് ഇവിടെ മുഴുവൻ നല്ല മണമാണ് കേട്ടോ. നിങ്ങളിങ്ങനെ തന്നെ ഈ രസം ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, ഇതിൽ ആ പാകത്തിന് ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക്, ഉലുവ, 2 വറമുളക്, കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളുടെ മെയിൻ മസാലയും കൂടി ചേർക്കണം. നമ്മൾ ചതച്ച് വെച്ച് പകുതി മാറ്റി വെച്ച് വെളുത്തുള്ളി, കുരുമുളക്, ജീരകം ചതച്ച് വെച്ച അതും കൂടി അതിലേക്ക് ചേർത്തി കൊടുക്കണം. അതാണ് നമ്മുടെ രസത്തിന് നല്ല സ്മെല്ല് തരുന്നത് കേട്ടോ. ഇതുകൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത വീട്ടിലും എല്ലാം ഇതിൻ്റെ മണം എത്തും. അത്രയ്ക്ക് മണമാണ് ഇങ്ങനെ വറുത്തിടുമ്പോൾ. അപ്പോൾ നിങ്ങൾ വറുത്തിടുമ്പോൾ പ്രത്യേകിച്ച് ഇത് ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രസം പല രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. കുരുമുളക് രസം, തക്കാളി രസം, പരിപ്പ് രസം, അങ്ങനെ പല രീതിയിലും പല സാധനം കൊണ്ട് നമുക്ക് രസം ഉണ്ടാക്കാം. കഴിഞ്ഞ വീഡിയോയുടെ താഴെ എനിക്ക് കമൻറ്റ്സ് വന്നിരുന്നു രസം ഉണ്ടാക്കാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഈ രസം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ രസം ഇവിടെ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. അഭിപ്രായങ്ങളും പറയണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.
അപ്പോൾ ഈ രസവട എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി എനിക്ക് അഭിപ്രായം അറിയിക്കണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.